Types of research. First one, historical research. A historical research is one which investigates, records, analyzes, and interprets the events of the past for the purpose of discovering sound generalizations that are helpful and useful in understanding the past and the present, and to a limited extent the anticipated future. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ഇവൻസിന്, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ്സ്, അതിൻ്റെ റെക്കോർഡ്സ്, അനാലിസിസ് കാര്യങ്ങളൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്കവറി ഒരു പാസ്റ്റ് ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ആ ഒരു ഡിസ്കവറി എന്ന് പറയുന്നത് നമ്മളെ പാസ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അതുപോലെ പ്രസൻറ്റിനെയൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അത് ഒരു പരിധി വരെ ഫ്യൂച്ചറിനും അത് യൂസ്ഫുള്ളായിരിക്കും. ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ എന്തായിരുന്നു എന്നുള്ളതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഡിസ്ക്രൈബ്സ് വാട്ട് വാസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ചേഴ്സ് ബേസിക് റിസർച്ച്. ഇതിനെ തന്നെയാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നും അതുപോലെ പ്യുവർ റിസർച്ച് എന്നും പറയുന്നത്. A fundamental research is the formal and systematic process where the researcher's aim is to develop a theory or a model by identifying all the important variables in a situation and by discovering broad generalizations and principles about those variables. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു ഇവൻറ്റിലാണ് റിസർച്ച് നടത്തുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ എയിം, ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ എയിം എന്ന് പറയുന്നത് നമുക്കൊരു തിയറി അല്ലെങ്കിൽ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിസർച്ചിലൂടെ ഒരു തിയറിയോ മോഡലോ എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. Next, applied research. Applied research, as its name implies, applies the theory or model developed through the fundamental research to the actual solution of the problem. So, applied research എന്ന് പറയുന്നത് അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരു ആക്ച്വൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ആക്ച്വൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ റിസർച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള തിയറീസ്, മോഡൽസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിൽ വരുന്നത്. ഫണ്ടമെൻ്റൽ റിസർച്ചിലും അതുപോലെ അപ്ലൈഡ് റിസർച്ചിലും കുറേ ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. Then the main purpose of the applied research is not to develop theories about a fact but to test those theories actual situations. അതായത് ഈ ഒരു അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു തിയറി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല, പക്ഷെ എന്താണ് ആ ഒരു തിയറി നമ്മൾ ആക്ച്വൽ സിറ്റുവേഷനിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് റിസർച്ച്, രണ്ട് രീതിയിലാണ് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഓക്കെ, ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഈസ് വൺ where the independent variables can be directly manipulated by the experimenter and participants or subjects are randomly assigned into different treatment conditions. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ, നമ്മൾ ടൈപ്സ് ഓഫ് വേരിയബിൾ പഠിക്കുന്ന സമയത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളൊക്കെ പഠിക്കും. അതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതായത് ഐ വിനെ എക്സ്പെരിമെൻ്റർക്ക് ഡയറക്റ്റായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ. അതുപോലെ തന്നെ അതിലെ പാർട്ടിസിപ്പൻസിന് അല്ലെങ്കിൽ എന്താണ് സബ്ജക്ട്സിനെ റാൻഡമായിട്ട് അസൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എക്സ്പെരിമെൻ്റർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ പാർട്ടിസിപ്പൻസിനെ റാൻഡമായിട്ട് അസൈൻ ചെയ്യാൻ കഴിയും. ദെൻ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ വരുന്ന രണ്ട് ടൈപ്സാണ്. ഫസ്റ്റ് വൺ, ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ്, ദെൻ
Second one, field experiments. The first one, laboratory experiment, is one in which the investigator creates a situation with the exact conditions he wants to have, and in which he controls some and manipulates other variables. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് പേര് തന്നെ മനസ്സിലാകും, ഒരു ലാബ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്, ഒരു ലാബിൽ വെച്ച് നടത്തുന്ന എക്സ്പെരിമെൻ്റ് എന്നുള്ളത്. അതായത് അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ സിറ്റുവേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ചില വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യുക, ചില വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എക്സ്പെരിമെൻ്റർ ക്രിയേറ്റ് ചെയ്ത് എടുക്കുകയാണ്, എന്നിട്ടാണ് അവിടെ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് അതിനെ ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. Then the second experimental research is field experiment. Field experiment may be defined as a controlled study carried out in a more or less realistic situation or field where the experimenter successfully manipulates one or more independent variables under the maximum possible controlled conditions. ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾഡ് സ്റ്റഡിയാണ്. അവിടെ എക്സ്പെരിമെൻ്റർക്ക് ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ ഈ ഒരു സ്റ്റഡി നടക്കുന്നത് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് നടക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. അപ്പോൾ ലബോറട്ടറി എക്സ്പെരിമെൻറ്റിൽ നിന്ന് ഫീൽഡ് എക്സ്പെരിമെൻറ്റിനെ ഡിഫറെൻ്റ് ആക്കുന്നത്, ഫീൽഡ് എക്സ്പെരിമെൻറ്റ് നടക്കുന്നത് ഒരു നാച്ചുറൽ സെറ്റിങ്ങിലാണ്. ലൈക്ക് സ്കൂൾ, ഹോസ്പിറ്റൽ, ഷോപ്പിംഗ് കോംപ്ലക്സ്, സ്ട്രീറ്റ് കോർണർ, ഫാക്ടറി, ഇങ്ങനെ ഉള്ള ഒരു നാച്ചുറൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് സിറ്റുവേഷനിലാണ് നടക്കുന്നത്. ഫീൽഡ് എക്സ്പെരിമെൻറ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സോഷ്യോളജിസ്റ്റ്, അതുപോലെ എഡ്യൂക്കേഷനിസ്റ്റ്, സോഷ്യൽ സൈക്കോളജിസ്റ്റ്, ഇവരൊക്കെയാണ്. നെക്സ്റ്റ്, നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഓൾസോ കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. A non-experimental research is one where independent variables cannot be manipulated and therefore cannot be experimentally studied. The subjects too are not randomly assigned into different treatment conditions. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ സബ്ജക്ട്സിനെ നമുക്ക് റാൻഡമായിട്ട് അസൈൻ ചെയ്യാനും കഴിയില്ല. പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്നുള്ളത് നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ മറ്റൊരു പേരാണ്. ദെൻ എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് നമ്മൾ 2 ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് 6 ടൈപ്സ് ആണുള്ളത്. ഫീൽഡ് സ്റ്റഡീസ്, എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്, സർവേ റിസർച്ച്, കണ്ടൻറ് അനാലിസിസ്, കേസ് സ്റ്റഡി ആൻഡ് എത്നോഗ്രാഫിക് സ്റ്റഡി. ശരിക്കും സൈക്കോളജി, സോഷ്യോളജി, എഡ്യൂക്കേഷൻ, ഇവയിലൊക്കെ മോർ ദാൻ ഹാഫ് ഓഫ് ദ റിസർച്ചസും നോൺ എക്സ്പെരിമെൻ്റലാണ്. നോൺ എക്സ്പെരിമെൻ്റലിൽ ഫസ്റ്റ് പറയുന്നത് ഫീൽഡ് സ്റ്റഡീസാണ്. ഇപ്പോൾ ഫീൽഡ് സ്റ്റഡീസ് എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കലി ഡിസ്കവേഴ്സ് റിലേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ് എമംഗ് വേരിയബിൾസ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ ഫീൽഡ് സ്റ്റഡിയിൽ പറയുന്നത് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻസും ഇൻട്രാക്ഷൻസും സിസ്റ്റമാറ്റിക്കലി ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നത് സ്കൂൾസ്, ഫാക്ടറി, കമ്മ്യൂണിറ്റി, കോളേജ് എന്നൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ പറയുന്നത് ഫീൽഡ് സ്റ്റഡീൻ്റെ 2 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സാണ്. അതിൽ ഫസ്റ്റ് വൺ, ഫീൽഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു എക്സ്പോസ്ഡ് ഫാക്ടോ സ്റ്റഡിയാണ്. ദെൻ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഈ ഒരു കാര്യം തന്നെയാണ് ഫീൽഡ് എക്സ്പെരിമെൻറ്റിനെയും ഫീൽഡ് സ്റ്റഡീനെയും ഡിഫറെൻ്റ് ആക്കുന്നത്. അതായത് ഫീൽഡ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഐവിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, എന്നാൽ ഫീൽഡ് സ്റ്റഡീസിൽ നമുക്ക് ഐവിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ്, എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. An ex post facto research is one in which the investigators attempts to trace an effect which has already occurred to its probable causes.
എക്സ്പോസ്റ്റ് ഫാക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ ഫാക്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇവൻ്റ് ഒക്കേർഡ് ചെയ്തതിന് ശേഷം ഉള്ള കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റഡി എന്നുള്ളതാണ്. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ റിസർച്ചിലൂടെ നോക്കുന്നത് ആ ഒരു ഇവൻറ്റിൻ്റെ കോസസ് അതുപോലെ അതിൻ്റെ എഫക്ട്സ് ഒക്കെയാണ് നോക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് is survey research. Survey research may be defined as a technique whereby the researcher studies the whole population with respect to certain sociological and psychological variables. നെക്സ്റ്റ് വരുന്നത് കണ്ടൻറ് അനാലിസിസ് ആണ്. കണ്ടൻറ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഓർ ഓഫ് കറൻറ്റ് റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ്. കണ്ടൻറ് അനാലിസിസിന് ഡോക്യുമെൻ്റ് അനാലിസിസ് എന്നും പറയപ്പെടുന്നുണ്ട്. കണ്ടൻറ് അനാലിസിസിൽ കറൻറ്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് ക്വസ്റ്റ്യനിങ് നടത്തിയിട്ടൊന്നുമല്ല ഡാറ്റാസ് എടുക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ റെക്കോർഡ്സോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്യുക, അതിൻ്റെ കണ്ടൻറ്റ് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി റെഫേഴ്സ് ടു ആൻ ഇൻ-ഡെപ്ത് സ്റ്റഡി ഓഫ് വൺ സിറ്റുവേഷൻ ഓർ കേസസ് വിച്ച് മേ ബി വൺ സബ്ജക്റ്റ് ഗ്രൂപ്പ് ഓർ ഇവൻറ്റ്. കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലറായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി, അതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. നോർമലി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ കേസ് സ്റ്റഡി നമ്മൾ എടുക്കും. അപ്പോൾ അതിലൂടെ ആ ഒരു പേഷ്യൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഡെപ്ത് സ്റ്റഡിയാണ് നടത്തുന്നത്. ദെൻ നെക്സ്റ്റ് നോൺ എക്സ്പെരിമെൻ്റൽ റിസർച്ച് is ethnographic studies. Ethnographic study is a method of field observation or observation of behavior in a natural setting. എത്നോഗ്രഫിക് സ്റ്റഡി ഒരു നാച്ചുറൽ സെറ്റിങ്ങിൽ ഒബ്സർവ് ചെയ്തിട്ട് നടത്തുന്ന റിസർച്ചാണ്. ഇതിനെ തന്നെയാണ് കൾച്ചറൽ ആന്ത്രോപോളജി എന്നും അതുപോലെ നാച്ചുറലിസ്റ്റിക് ഇൻക്വയറി എന്നും പറയപ്പെടുന്നത്.